ഹലോ, വെൽക്കം ടു റേയാസ് കിച്ചൻ. ഞാനിന്ന് കപ്പയുടെ ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ കപ്പ വീട്ടിൽ ട്രൈ ചെയ്യുന്നത് കുഴയ്ക്കാറുണ്ട്. പിന്നെ കപ്പ ബിരിയാണി ആയിട്ട് ഇറച്ചിയും എല്ലും ഒക്കെ ഇട്ട് നമ്മൾ വയ്ക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കപ്പ പുഴുങ്ങിയിട്ട് മുളക് ചമ്മന്തിയും ഉള്ളിച്ചമ്മന്തിയൊക്കെ ആയിട്ട് കൂട്ടി കഴിക്കാറുണ്ട് അല്ലേ. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീഡിയോയിലൂടെ. ഒരു കപ്പ ട്യൂണ കബാബ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. റേയാസ് കിച്ചൻ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ഓൾ എന്ന ആ ഒരു സിമ്പലും കൂടി പ്രസ് ചെയ്യാമെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കപ്പ ഇതുപോലെ ഞാൻ കൊത്തി എരിഞ്ഞ് കഴുകി വേവിക്കാനായിട്ട് വെക്കുവാണേ. അപ്പോൾ ഇത് വെന്തു ഏകദേശം തിളച്ച് വന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. ഇനി നമുക്കിതൊന്ന് ഊറ്റി മാറ്റി വെക്കാം. അപ്പോൾ കപ്പയുടെ പാർട്ട് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കിയുള്ളത് ചെയ്ത് വയ്ക്കാം. ട്യൂണ ഫിഷും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾ പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, വീണ്ടും 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്താണെങ്കിലും വെച്ചാൽ മതി. ഒരു മിനിമം ഒരു 1/2 hour വെക്കാമെങ്കിൽ എല്ലാ ചേരുവയും അതിലൊന്ന് പിടിച്ച് സെറ്റ് ആയിട്ടിരിക്കും. അപ്പോഴേ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യത്തുള്ളൂ. ഞാനിതിപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഒരു 10 minutes വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ. ഇനി നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മളുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. അതിലേക്ക് ഇത് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്ത് തന്നെ ഫ്രൈ ചെയ്യാം. അധികം ഒന്നും എണ്ണ വേണ്ട, തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചാൽ മതി. അധികം എണ്ണ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ എല്ലാം കൂടെ സൈഡിലോട്ട് വന്ന് കിടക്കുന്നതുകൊണ്ട് ഞാൻ സൈഡിലേക്കൊന്ന് മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചു. ഇനി അത് നമുക്കൊന്ന് അതും മാറ്റി വയ്ക്കാം ഇതുപോലെ. ഇനി നമ്മളുടെ കൂട്ട്, ഇതിലാണ് നമ്മളുടെ കബാബിൻ്റെ ആ ഒരു മിക്സ് നമ്മൾ മുക്കിയെടുക്കുന്നത്. അപ്പോൾ ആ കൂട്ടിന് വേണ്ടി നമുക്ക്, ഇത് കടലമാവാണ്. അപ്പം നമുക്ക് അതിലേക്ക് 3 സ്പൂൺ കടലമാവ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കോൺഫ്ലോർ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അതില്ലെങ്കിൽ അതിന് പകരം ഒരു ഇച്ചിരി മൈദ ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ചായച്ച് ഒന്ന് വെള്ളമയത്തിലോടുകൂടി, നമുക്ക് ഈ ഉഴുന്ന മാവൊക്കെ ഇല്ലേ, ആ മാവിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടുള്ളൊരു പരുവത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി നീണ്ടു പോകരുത്, ഒത്തിരി നമുക്ക് തിക്കാവുകയും ചെയ്യരുത്. കാര്യം ഇതിങ്ങനെ മുക്കി എടുക്കുമ്പോഴത്തേക്കിനും അതിൽ കയറി പിടിക്കുകയും വേണം, എന്നാൽ അത് കട്ടിയായിട്ടിരിക്കാനും പാടില്ല. നമുക്കൊരല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഒത്തിരി ലൂസായി പോകരുത്. അപ്പം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാലും നമുക്ക് പണിയാണ്. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നല്ല നീളമുള്ള ഒരു ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായി കാണും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പം ആ ഗ്രേവി അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കബാബിന് വേണ്ട സ്റ്റിക്ക് വേണം അല്ലേ. ഈ സ്റ്റിക്ക് എൻ്റെ കയ്യിൽ കബാബ് സ്റ്റിക്കൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പൂവരശിൻ്റെ സ്റ്റിക്ക് ചെറിയ കമ്പ് നോക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തൊലി കളഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ നേരത്തെ റെഡിയാക്കി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കപ്പ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് ഉടച്ചു കൊടുക്കുക. നമുക്ക് ഈ 100 ഇല്ലാത്ത കപ്പകളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ട്യൂണ ഫിഷ് ഇതിലേക്ക് ഈ കമ്പിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ചിലപ്പം പൊട്ടിയൊക്കെ പോകും, അതും സാരമില്ല. നമുക്കിതൊന്ന് പിടിച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ മതി. കപ്പ പുറമേ നമ്മളൊന്ന് ഫില്ല് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അത് കാരണം അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളൂ. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിനും വെച്ച് പൊതിഞ്ഞ് കൊടുക്കാം. കയ്യിലൊരല്പം ഒന്ന് വെള്ളം മയത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ കപ്പയൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല.
പെട്ടെന്ന് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റും. എണ്ണയോ വെള്ളമോ എന്താണേലും ഒന്ന് തടവി കൊടുത്തിട്ട് ചെയ്താൽ മതി. ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കപ്പ അല്ലാതെ നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് ഇങ്ങനെ ഒന്ന് പരത്തി വെച്ചിട്ട് ഇത് നടുക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചൊന്ന് റോൾ ചെയ്താലും മതി. പക്ഷെ അതിനേക്കാളും എളുപ്പം തോന്നിയത് ഇതാണ്. കണ്ടോ, നമുക്ക് ഫില്ല് ചെയ്യാത്ത ഭാഗം ഉണ്ടെങ്കിൽ അവിടെയും കൂടെ ഒരു അല്പം വെച്ച് കൊടുക്കാം. ഇപ്പുറത്തെ ഭാഗത്ത് ഒരല്പവും കൂടെ വേണം. അപ്പോൾ അവിടെയും കൂടെ റെഡിയായി. കണ്ടോ, ഇനി അതിവിടെ ഇരുന്നോളൂ. ആ സ്റ്റിക്കൊന്നും ഊരി പോരത്തില്ല. അത് അതേപോലെ സ്റ്റിഫായിട്ട് തന്നെ ഇരുന്നോളൂ. ഞാൻ ബാക്കിയും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ അപ്പം നമ്മൾ റെഡിയാക്കി ആ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന ആ ഓയിലിൻ്റെ അകത്തോട്ട് ഒരു അല്പവും കൂടെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കബാബ് മെല്ലെ മെല്ലെ ഓരോ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. കാര്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടാണ് വേവിക്കേണ്ടത്. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അതിലേക്ക് ഇതുപോലെ മുക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാമെങ്കിൽ, റോൾ ചെയ്യുന്ന ഇതുപോലെ ഗ്ലാസ് ഒന്ന് ചെരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ ഫുൾ ആ ടോപ്പ് വരെ അത് കയറി പിടിച്ചോളും. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്യാനിടാം. എല്ലാം അതുപോലെ തന്നെ സ്റ്റിക്ക് അങ്ങനെ കുത്തി ഇറക്കിയിട്ട് മെല്ലെ ഒന്ന് ചെരിച്ച് കൊടുക്കാമെങ്കിൽ ഈക്വലായിട്ട് ആ ടോപ്പിൽ വരെ ആ ഒരു മിക്സ് കയറി പിടിച്ചോളും. എന്നിട്ട് എടുക്കുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ നേരെ എടുക്കരുത്. അത് ഊർന്ന് താഴത്തോട്ട് വീഴും. ചെരിച്ചിട്ടേ എടുക്കാവുള്ളൂ. ഇതുപോലെ വെച്ചെടുക്കുക. ബാക്കിയുള്ള ആ ഗ്രേവി ഞാൻ അതിൽ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പം നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഭാഗത്തോട്ട് കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം തിരിച്ചു മറിച്ച് വിട്ട് ഞാനത് വേവിച്ചിട്ടുണ്ട്. ഇതെല്ലാം റെഡിയാക്കി എടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടത്തിൽ ഒന്ന് മുക്കി കഴിക്കാനായിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചട്നി ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പീര, പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളക് നടുവേ കീറിയത്, പിന്നെ കുറച്ച് ജിഞ്ചർ, കുറച്ച് ഗാർലിക്കും, ഒരു വലിയൊരു ടൊമാറ്റോയും, ഇത്രയും പീസസ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഓരോ സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നേ ഉള്ളൂ, ഫ്രൈ ചെയ്യേണ്ട. അതിൻ്റെ ഒരു പച്ചപ്പൊന്ന് മാറി കിട്ടാൻ വേണ്ടി ഇട്ട് കൊടുത്താണ്. അപ്പോൾ ആ നേരത്തെ വറുത്ത എണ്ണയും കൂടെ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടെ ഇതിൽ കയറി പിടിച്ചോളുമല്ലോ. അപ്പോൾ ആ ടൊമാറ്റോ മാറ്റിയിട്ടുണ്ട്. എണ്ണയുള്ള സ്ഥലത്തോട്ട് നമുക്കത് നീക്കി കൊടുക്കാം, പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടുമല്ലോ. നമ്മുടെ തേങ്ങയും കൂടെ അതൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങ അതിൻ്റെയൊക്കെ ഒന്ന് പച്ച ചൊവയൊന്ന് മാറി കിട്ടാൻ വേണ്ടി ഞാൻ ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത്. ഇത്രയിൽ എണ്ണയിൽ നമുക്ക് ഒന്നും വറക്കണമെന്നോ വാട്ടണമെന്നോ ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. ഞാനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തത്. ബാക്കിയുള്ളത് നമുക്ക് വറുത്ത് കോരി വെക്കാം. അപ്പോൾ അതും വറുത്ത് കോരി ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അതൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കബാബും ഇതും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഈ കാണുന്ന ലുക്ക് മാത്രമല്ല കേട്ടോ, കഴിച്ചു നോക്കിയാലും അതേ സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻസ് ആയിട്ട് എല്ലാവരും പറയണം കേട്ടോ. അപ്പം പുതിയ അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ എത്തും. അപ്പോൾ അതുവരെ എല്ലാവർക്കും റയാസ് കിച്ചൻ്റെ ഭാഗം ബൈ.